പച്ചപ്പിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ആരവ് എന്ന പ്രശസ്തനായ ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ ജ്ഞാനത്തിലേക്കും സൗമ്യമായ പെരുമാറ്റത്തിലേക്കും ആകർഷിക്കപ്പെട്ട് ദൂരദിക്കിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടിയെത്തി. ഒരു ദിവസം കൃഷ് എന്ന യുവാവ് തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയെന്നറിയാതെ മാസ്റ്റർ ആരവിനെ സമീപിച്ചു. അനുകമ്പ നിറഞ്ഞ പുഞ്ചിരിയോടെ യുവാവിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന അനിശ്ചിതത്വത്തിൻ്റെ ഭാരം മനസ്സിലാക്കിക്കൊണ്ട് മാസ്റ്റർ ആരവ് കൃഷിനെ തൻ്റെ എളിയ വസതിയിലേക്ക് സ്വാഗതം ചെയ്തു. മാസ്റ്റർ കൃഷ് താൽക്കാലികമായി തുടങ്ങി. എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചോ ദിശയെക്കുറിച്ചോ നിശ്ചയമില്ലാതെ ഞാൻ ജീവിതത്തിലൂടെ ലക്ഷ്യമില്ലാതെ ഒഴുകുന്നതായി എനിക്ക് തോന്നുന്നു. ഞാൻ എന്തു ചെയ്യണം? കൃഷിൻ്റെ അരികിൽ തൻ്റെ കാലാതീതമായ ജ്ഞാനം പകരാൻ തയ്യാറായി നിൽക്കുന്ന മാസ്റ്റർ ആരവിൻ്റെ കണ്ണുകൾ വിവേകത്താൽ തിളങ്ങി. സന്തോഷം. മാസ്റ്റർ ആരവ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശബ്ദം മൃദുവും എന്നാൽ ആജ്ഞാപിക്കുന്നതും ആയിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കിടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ബാഹ്യ സാഹചര്യങ്ങളെ മറികടന്ന് ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു കഥയായി അവ നെയ്തുകൊണ്ട് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. സന്തോഷം ഒരാളുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണ്. യഥാർത്ഥ സന്തോഷം ബാഹ്യഘടകങ്ങളെ ആശ്രയിക്കുന്നതല്ലെന്നും പകരം ഓരോ വ്യക്തിയും സ്വയം തിരഞ്ഞെടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണെന്നും മാസ്റ്റർ ആരവ് ഊന്നി പറഞ്ഞു. സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും സന്തോഷം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, അദ്ദേഹം പറഞ്ഞു. നല്ലതും ചീത്തയുമായ സമയങ്ങൾ താൽക്കാലികമാണ്. ജീവിതം ഉയർച്ച താഴ്ചകളുടെ ഒരു പരമ്പരയാണ്, മാസ്റ്റർ ആരവ് നിരീക്ഷിച്ചു. നല്ലതും ചീത്തയുമായ സമയങ്ങൾ താൽക്കാലികവും ക്ഷണികവുമാണെന്ന് അദ്ദേഹം കൃഷിനെ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിൻ്റെ ഓരോ ഏറ്റവും ഇറക്കവും സമചിത്തതയോടെ സ്വീകരിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. ജീവിതം വിദൂരമല്ല. സന്തോഷം ഒരു വിദൂര ലക്ഷ്യമല്ലെന്നും സ്വയം കണ്ടെത്താനുള്ള യാത്രയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് പൂർത്തീകരണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്, മാസ്റ്റർ ആരവ് വിശദീകരിച്ചു. ഉത്തരങ്ങൾക്കായി തന്നിൽ തന്നെ നോക്കാനും തൻ്റെ പാത തുറക്കുന്നതിൽ വിശ്വസിക്കാനും അദ്ദേഹം കൃഷിനെ പ്രോത്സാഹിപ്പിച്ചു. ജീവിതത്തിൽ അപകട സാധ്യതകൾ ഏറ്റെടുക്കുക. ജീവിതം ധീരമായി ജീവിക്കാനുള്ളതാണ്, മാസ്റ്റർ ആരവ് പ്രഖ്യാപിച്ചു. വളർച്ചയും പൂർത്തീകരണവും പലപ്പോഴും സുഖസൗകര്യങ്ങളുടെ അതിരുകൾക്കപ്പുറമാണെന്ന് അറിഞ്ഞുകൊണ്ട് അനിശ്ചിതത്വം സ്വീകരിക്കാനും തൻ്റെ സ്വപ്നങ്ങൾക്കായി റിസ്ക് എടുക്കാനും അദ്ദേഹം കൃഷിനെ പ്രേരിപ്പിച്ചു. വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള ശക്തി ജീവിതം യഥാർത്ഥമായി വികസിക്കുന്ന നിമിഷമാണ്, മാസ്റ്റർ ആരവ് പറഞ്ഞു. ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും ഉപേക്ഷിച്ച് വർത്തമാന നിമിഷത്തിൻ്റെ സൗന്ദര്യത്തിൽ മുഴുകാൻ അദ്ദേഹം കൃഷിനെ പ്രോത്സാഹിപ്പിച്ചു. അമിതചിന്തയുടെ കെണി. അമിതചിന്തയാണ് സമാധാനത്തിൻ്റെയും വ്യക്തതയുടെയും ശത്രു, മാസ്റ്റർ ആരവ് മുന്നറിയിപ്പ് നൽകി. മനസ്സിൻ്റെ ഇടതടവില്ലാത്ത സംസാരം ശമിപ്പിക്കാനും ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയും സാന്നിധ്യവും വളർത്തിയെടുക്കാനും അദ്ദേഹം കൃഷിനെ ഉപദേശിച്ചു. നിങ്ങളുടെ പാഷൻ പിന്തുടരുക. ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന ഇന്ധനമാണ് പാഷൻ, മാസ്റ്റർ ആരവ് പ്രഖ്യാപിച്ചു. ഒരാളുടെ അഗാധമായ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ നിന്നാണ് യഥാർത്ഥ പൂർത്തീകരണം ഉണ്ടാകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ ഹൃദയത്തെ പിന്തുടരാനും ധൈര്യത്തോടും ബോധ്യത്തോടും കൂടി തൻ്റെ വികാരങ്ങൾ പിന്തുടരാനും അദ്ദേഹം കൃഷിനെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും എതിരാളിയും. മനസ്സിനെ നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയോ ആകാം, മാസ്റ്റർ ആരവ് കൃഷിനെ ഓർമ്മിപ്പിച്ചു. താൻ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാൻ ചിന്തകളുടെ ശക്തി പ്രയോജനപ്പെടുത്തി പോസിറ്റീവും ശാക്തീകരിക്കപ്പെട്ടതുമായ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ അദ്ദേഹം അവനെ പ്രേരിപ്പിച്ചു. മാസ്റ്റർ ആരവ് തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ കൃഷ് വിസ്മയത്തോടെ ഇരുന്നു. വ്യക്തതയും ലക്ഷ്യബോധവും അവനെ അലട്ടുന്നു. പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ ഈ കാലാതീതമായ തത്വങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. സന്തോഷത്തെ ഒരു തിരഞ്ഞെടുപ്പായി സ്വീകരിക്കുന്നതിലും ഓരോ നിമിഷവും ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും ജീവിക്കുന്നതിലാണ് യഥാർത്ഥ പൂർത്തീകരണം. അതിനാൽ മാസ്റ്റർ ആരവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം കൃഷ് സ്വയം കണ്ടെത്തലിൻ്റെയും വളർച്ചയുടെയും ഒരു യാത്ര ആരംഭിച്ചു. ഓരോരുത്തരും
നേരത്തെ അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനത്താൽ ശാക്തീകരിക്കപ്പെട്ട് അവൻ നടന്നകന്നു. If you love to watch this video, you can like, share and subscribe.